നമസ്കാരം. പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത അണികളെ ചേർത്ത് നിർത്താൻ തല പുകയ്ക്കുകയാണ് CPM. തെറ്റുപറ്റിയത് നേതൃത്വത്തിനെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അണികൾ. തിരുത്തേണ്ടത് നേതൃത്വമോ അണികളോ എന്ന വലിയ ചോദ്യം CPMന് മുന്നിലുണ്ട്. നേതൃത്വം അണികളെ തിരുത്തിയാലും അണികൾ നേതൃത്വത്തെ തിരുത്തിയാലും CPMന് ഇനി അങ്ങോട്ട് ഒരുപാട് ഉൾപാർട്ടി പരിശോധനകൾ നടത്തേണ്ടി വരും. CPM കേന്ദ്ര നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കം. തുറന്നടിച്ചിട്ടും തിരുത്താൻ തയ്യാറാകില്ലേ, അതോ തിരുത്തി തിരിച്ചു വരുമോ? സമഗ്രമായി നോക്കാം. ടോപ് 10 ആദ്യം പ്രധാന തലക്കെട്ടുകൾ. CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹംസ ബുർഹാനെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. വെടിയേറ്റത് പാക് അധീന കശ്മീരിലെ മുസാഫറാബാദിൽ വെച്ച്. ജമ്മു കശ്മീരിൽ യുവാക്കളെ ഭീകരവാദത്തിന് റിക്രൂട്ട് ചെയ്ത കേസുകളിലും പ്രതി. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 2023 ശേഷം അജ്ഞാതർ വെടിവെച്ചു കൊന്നത് 50-ലധികം ഭീകരരെ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ വീഴ്ച സമ്മതിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും NTA. അതൃപ്തി അറിയിച്ച് പാർലമെന്ററി സമിതി. കൂടുതൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശം. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ കർശന നിർദ്ദേശം നൽകി പെരുമ്പാവൂർ മുൻസിഫ് കോടതി. മറ്റന്നാൾ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം. ആലുവ റൂറൽ പോലീസ് മേധാവി സുരക്ഷ ഉറപ്പാക്കണം. കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. പ്രതിഷേധം ഏറ്റെടുത്ത CPM. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും നിയമസഭയിലെ സത്യപ്രതിജ്ഞയിലും പേരിന്റെ പൂർണ്ണരൂപം ആവർത്തിച്ച് VD സതീശൻ. പിണറായി വിജയന് കൈകൊടുത്ത് TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും. G സുധാകരന് ചിരിച്ച് കൈകൊടുത്ത് പിണറായി വിജയൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് ത്രികോണ മത്സരം. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചാത്തന്നൂർ MLA BB ഗോപകുമാർ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ മുതൽ ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചയാകും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്ന കാര്യത്തിൽ പുനരാലോചനയില്ലെന്ന് MV ഗോവിന്ദൻ. പിണറായിക്ക് പിന്തുണയുമായി EP ജയരാജൻ. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ പാർട്ടിക്കാരുടെ തലയിൽ വെക്കേണ്ടെന്നും പിണറായി വിജയന്റെ ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്നും EP. സോഷ്യൽ മീഡിയയിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ X അക്കൗണ്ട് മരവിപ്പിച്ചു. പ്രതീക്ഷിച്ചത് സംഭവിച്ചെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ. പിന്നാലെ പുതിയ X അക്കൗണ്ട് തുറന്നു. ഇൻസ്റ്റയിൽ ഫോളോവേഴ്സിന്റെ എണ്ണം BJP കോൺഗ്രസ് ഹാൻഡിലുകളെ മറികടന്നു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ പരോളിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം കുടുംബത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ച്. IPL-ൽ ഗുജറാത്തിനെതിരെ ചെന്നൈക്ക് 230 റൺസ് വിജയലക്ഷ്യം. 84 റൺസ് എടുത്ത സായി സുദർശൻ ടോപ്പ് സ്കോറർ. അർദ്ധ സെഞ്ചുറി തികച്ച് ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും. ചെന്നൈക്ക് ഇന്ന് നിർണായകം. തോറ്റാൽ പുറത്ത്. ISL കിരീടം ഈസ്റ്റ് ബംഗാളിന്. അവസാന മത്സരത്തിൽ ഇന്റർകാശിയെ തോൽപ്പിച്ചു. മോഡലിംഗിന്റെ മറവിലുള്ള സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി സിന്ധുവിനെതിരെ കൂടുതൽ തെളിവുകൾ. ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധം. പരാതിക്കാരിയെ മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗത്തിനിടയാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് സിന്ധുവെന്നും പോലീസ്. ജൂൺ 4 വരെ റിമാൻഡ് ചെയ്തു. കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. വിജയത്തിന്റെ പച്ചപ്പിൽ മൂവർ സംഘം. ജമ്മുകശ്മീർ നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു 2019 പുൽവാമ ഭീകരാക്രമണം.
40 ജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായത്. പുൽവാമ ഭീകരാക്രമണ സൂത്രധാരൻ ഹംസ ബുർഹാനെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. പാക് അധീന കശ്മീരിലെ മുസഫറാബാദിൽ വെച്ചാണ് വെടിയേറ്റത്. ഡോക്ടർ എന്നറിയപ്പെടുന്ന ഹംസ ബുർഹാൻ പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ്. ഒന്നിലധികം വെടിയുണ്ടകളേറ്റ ഹംസ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് വിവരം. ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച 50ഓളം പേരാണ് 2023 ശേഷം അജ്ഞാതരുടെ വെടിയേറ്റു പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി മരിച്ചത്. 2019 പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന ജമ്മു കശ്മീരിലെ മുസാഫറാബാദിൽ വെച്ച് അജ്ഞാത സംഘമാണ് ഇയാളെ വെടിവെച്ച് വീഴ്ത്തിയത്. നിരവധി തവണ വെടിയേറ്റ ഹംസ ബുർഹാൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചെന്നും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നും പാകിസ്ഥാന്റെ സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഹംസ ബുർഹാനെ 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. ജമ്മു കശ്മീരിൽ യുവാക്കളെ ഭീകരവാദത്തിന് റിക്രൂട്ട് ചെയ്ത കേസുകളിലും ഇയാൾ പ്രതിയാണ്. പുൽവാമ സ്വദേശിയായ ഹംസ ബുർഹാൻ 7 വർഷം മുൻപാണ് അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ എത്തിയത്. പാകിസ്ഥാനിൽ വിവിധ ഭീകര സംഘടനകളുടെ കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവർ സമാനമായി അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷയായ നീറ്റ് UGയുടെ ചോദ്യക്കടലാസ് ചോർന്ന സംഭവം രാജ്യത്തെ മികവ് നിർണയ സംവിധാനങ്ങളുടെ ആകെ കാര്യക്ഷമതയാണ് ചോദ്യം ചെയ്യുന്നത്. നീറ്റ് UGയുടെ നടത്തിപ്പ് ചുമതലയുള്ള ദേശീയ പരീക്ഷാ ഏജൻസി വിമർശന മുനയിലാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ വീഴ്ചയുണ്ടായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTAയുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടു. NTA ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് പാർലമെന്ററി സമിതിക്ക് മുമ്പിൽ ഹാജരായി. അതേസമയം നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം വിലയിരുത്തി. നീറ്റ് UG പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ വ്യക്തമാക്കി. NTAയ്ക്കുള്ളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് നേരത്തെ CBIയും കണ്ടെത്തിയിരുന്നു. വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. NTA ഡയറക്ടർ, ചെയർപേഴ്സൺ, വിദ്യാഭ്യാസ മന്ത്രാലയം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പാർലമെന്ററി സമിതി വിളിച്ചു വരുത്തിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച വിശദമായി പരിശോധിക്കുമെന്ന് MP ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായ സമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിൽ ലാത്തൂരിലെ ഡോക്ടർ ഉൾപ്പെടെ ഇതുവരെ 10ലധികം പേരെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ, കോച്ചിംഗ് സെന്റർ ഉടമകളും ഇടനിലക്കാരും ഉൾപ്പെടുന്ന വൻ മാഫിയയാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ജൂൺ 21 നടക്കുന്ന പുനഃപരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം തുടർച്ചയായി വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായി വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളും പേന, കടലാസ് രീതിയിൽ നിന്നൊക്കെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റണമെന്ന് സമിതിയൊക്കെ നേരത്തെ ശുപാർശ ചെയ്തിരുന്നതാണ്. ഇതുൾപ്പെടെയുള്ള ശുപാർശകൾ എത്രയും വേഗം നടപ്പാക്കിയില്ലെങ്കിൽ രാജ്യത്തെ യോഗ്യതാ പരീക്ഷകളുടെ മൂല്യം ഇനിയും തകർന്നടിയും. ഇനിയെങ്കിലും ചോദ്യവും മൂല്യവും ഒക്കെ ചോരാതെ പരീക്ഷകൾ നടത്താനുള്ള ജാഗ്രതയുണ്ടാകട്ടെ. പ്രധാനമന്ത്രിയുടേത് കേവലം ഒരു വിദേശയാത്രയല്ല, രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് കരുത്ത് പകരുന്ന യാത്രയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. AI, സെമി കണ്ടക്ടർ, ഊർജ്ജ മേഖലകളിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കാൻ യാത്ര സഹായകരമായി. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായിരിക്കുന്നു. നരേന്ദ്രമോദിയെ ലോകം അംഗീകരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അപമാനിക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുത്തുന്നതിന്റെ നിരാശയാണ് രാഹുൽ ഗാന്ധിക്കെന്നും അദ്ദേഹം ആരോപിച്ചു. अंतर्राष्ट्रीय यात्रा डिप्लोमेटिक पॉलिटिकल स्टेज पर नहीं थी. इसने बड़े परिणाम भारत के भविष्य के लिए उत्पन्न करे. 57 आउटकम एक प्रकार से भारत की आगे की विकास की रणनीति हो, भारत के आर्थिक यात्रा हो, भारत के आगे आने वाले दिनों में क्षमताएं बढ़ाने की बात हो, आत्मनिर्भरता मजबूत करना हो, जनजीवन में लोगों को सुविधाजनक वस्तुएं उपलब्ध हो. എറണാകുളം മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിൽ കർശന നിർദ്ദേശം നൽകി കോടതി. ശനിയാഴ്ച കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ നിർദ്ദേശം. ഉത്തരവ് നടപ്പാക്കി 23 റിപ്പോർട്ട് നൽകണമെന്നും കോടതി. അതേസമയം കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളിൽ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി.
എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾ മറ്റന്നാൾ പൂർത്തിയാക്കാനാണ് കോടതി നിർദ്ദേശം. ശനിയാഴ്ച നടപടി പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലും നടപടി തുടരണം. ആലുവ റൂറൽ SP, KSEB അധികാരികൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ട അധികാരികളെയും നടപടികൾ സമാധാനപരമായി പൂർത്തിയാക്കുന്നതിനായി ഫലപ്രദമായ സഹായം നൽകാൻ നിർദ്ദേശിക്കുന്നുവെന്നും കോടതി നിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് നൽകിയ കത്തിലാണ് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 3 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. പോലീസിന്റെ നടപടികളിൽ എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന പക്ഷം അത് പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രത്യക്ഷ സമരവുമായി CPM. സ്ഥലത്ത് ഇന്നലെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമസമിതി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇത്തരം ഒരു പോലീസ് നടപടി ആരും പ്രതീക്ഷിച്ചില്ലെന്ന് രാജീവ് പറഞ്ഞു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പ്രദേശവാസികളും പറഞ്ഞു. അരനൂറ്റാണ്ടിലേറെ നീണ്ട നിയമപോരാട്ടം മലയിടം തുരുത്തിൽ തുടരുകയാണ്. 8 ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള അഭിഭാഷക കമ്മീഷൻ നടപടി പോലീസ് ഇടപെടലിലേക്ക് കടന്നതാണ് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയത്. ഇന്നലെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇതോടെയാണ് CPMന്റെ നേതൃത്വത്തിൽ വർഗബഹുജന സംഘടനകൾ പ്രത്യക്ഷ സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്ഥലത്ത് താമസിക്കുന്നവർക്ക് സംരക്ഷണം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇത്തരമൊരു പോലീസ് നടപടി ആരും പ്രതീക്ഷിച്ചില്ലെന്ന് രാജീവ് പറഞ്ഞു. ഇത്രകാലം LDF സർക്കാർ എന്തു ചെയ്തു എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഇത്രയും കാലം ഈ ജനങ്ങൾ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി കഴിഞ്ഞു, അതാണ് LDF സർക്കാർ കൊടുത്ത വാക്കെന്ന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. സർവേ നടപടികൾ പൂർത്തിയാകുന്നവരെ തുടർ നടപടികൾ അനുവദിക്കില്ലെന്നാണ് CPM നിലപാട്. ഈ വിധി 2022 വന്ന് ഇതുവരെയും ഇവിടെ തന്നെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം, ആരെയും ഒഴിപ്പിക്കാതിരുന്നൊരു സാഹചര്യം നിലനിന്നത് അന്നത്തെ ഗവൺമെൻറ് എടുത്ത ഒരു സമീപനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. എന്നാൽ ഗവൺമെൻറ് മാറി വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, സത്യപ്രതിജ്ഞ കഴിഞ്ഞല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഇതുപോലെ ഒരു നടപടി, അതും മുഖ്യമന്ത്രിയുടെ ജില്ലയ്ക്കകത്ത് തന്നെ ഇത്തരം നടപടി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ സർവേ പൂർത്തീകരിച്ച് നടപടികൾ ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിലേക്ക് എത്തുന്നത് വരെ മറ്റൊരു നടപടിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ട് നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രദേശവാസികളുടെ വീടുകൾ P. രാജീവ് സന്ദർശിച്ചു. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രദേശവാസികളിൽ പലരും ആശുപത്രികളിൽ തുടരുകയാണ്. പോലീസ് നടപടിയോടെ വൈകാരികമായാണ് നാട്ടുകാർ പ്രതികരിച്ചത്. പഞ്ചായത്തിൽ കെട്ടിയാക്കുന്നുണ്ട്, പഞ്ചായത്തിലൊക്കെ ഞങ്ങൾക്ക് പേസ കൊണ്ടുതന്ന്. നിലവിൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നടന്ന പോലീസ് നടപടിയിൽ എറണാകുളം റൂറൽ SP-യോട് DIG റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. 16ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ പ്രോറ്റേം സ്പീക്കർ G. സുധാകരന് മുമ്പാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. വിമർശനങ്ങൾക്കിടെയും വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതംഗങ്ങളും RSPയും CMPയും RMPയും VT ബൽറാമും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മറ്റുള്ളവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സന്ദീപ് വാര്യർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം G. സുധാകരനും പിണറായി വിജയനും ഹസ്തദാനം ചെയ്തതും ശ്രദ്ധേയമായി. 16ാം കേരള നിയമസഭയ്ക്ക് തുടക്കമാകുമ്പോൾ ആവേശത്തോടെയാണ് പുതിയ സർക്കാരിൽ സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രോട്ടേം സ്പീക്കറായി G. സുധാകരൻ സഭയെ നിയന്ത്രിച്ചതു മുതൽ ഒട്ടേറെ രാഷ്ട്രീയ കൗതുകങ്ങൾക്കും ആദ്യ ദിനം സാക്ഷ്യം വഹിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലൂടെ പേരിനെ ചൊല്ലിയുള്ള വിവാദത്തിലെ തന്റെ നിലപാട് സഭയിലും ആവർത്തിച്ചു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയായിരുന്നു ആദ്യ ദിനത്തിൽ കേന്ദ്ര ബിന്ദു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അംഗങ്ങളെല്ലാവരും സ്പീക്കർക്കരികിലെത്തി അഭിവാദ്യം ചെയ്യുമ്പോൾ
പിണറായി വിജയൻ ജി സുധാകരന് സമീപം എത്തുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്നാൽ മറ്റുള്ളവരെ പോലെ പിണറായിയും പ്രോട്ടേം സ്പീക്കർക്ക് അരികിലെത്തുകയും ജി സുധാകരനാകട്ടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റുപോയി ഹസ്തദാനം നൽകുകയും ചെയ്തു. പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വമായിരുന്നു ജി സുധാകരന് കൈകൊടുത്ത് മടങ്ങിയത്. അതിനിടെ പരസ്യമായി കലാപമുണ്ടാക്കി CPM-ൽ നിന്ന് പുറത്തുപോയ കണ്ണൂരിലെ കരുത്തന്മാരായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പിണറായിയെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതംഗങ്ങളും RSP അംഗങ്ങളും CPM-ൽ നിന്ന് CP ജോണും RMP-യിൽ നിന്ന് KK രമയും സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം കോൺഗ്രസിലെ യുവനേതാവും തൃത്താല അംഗവുമായ VT ബൽറാം നെഞ്ചിൽ കൈവച്ച് സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തതും കൗതുകമായി. മറ്റുള്ളവരെല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സന്ദീപ് വാര്യർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭാഷകളിലെ വൈവിധ്യവും ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിലുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല, K മുരളീധരൻ, മാത്യു കുഴൽനാടൻ, രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. മഞ്ചേശ്വരം MLA AK മഷ്റഫ് കന്നഡയിലും ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ദേവികുളം MLA A രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഉണ്മയാവും നേർമയാവും നിറവേറ്റുമെന്ന് എന്ന് കടവുളിൻ പേരിൽ ഉறுதிയளிக்கிறேன். രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, BB ഗോപകുമാർ എന്നീ 3 BJP അംഗങ്ങൾ കേരള നിയമസഭയിലെ മറ്റൊരു ചരിത്രമാണ്. BJP നേതാക്കൾ പ്രതിപക്ഷ നിരയിലിരിക്കുമ്പോൾ 1 വർഷം മുമ്പ് പഴയ തട്ടകം വിട്ട് സന്ദീപ് വാര്യർ ഭരണപക്ഷ നിരയിലിരിക്കുന്നു എന്നതും മറ്റൊരു രാഷ്ട്രീയ കൗതുകം. ഇത്തവണ സഭയിലെ 1-ാം നമ്പർ സെലിബ്രിറ്റി പാലക്കാട് MLA രമേശ് പിഷാരടിയാണ്. കേരള നിയമസഭയിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ മുഖം വരുമ്പോൾ ഫാത്തിമ തെഹ്ലിയിലൂടെ അത് മാറ്റത്തിന്റെ ശബ്ദം കൂടിയായി മാറുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ BJPക്ക് സ്പീക്കർ സ്ഥാനാർത്ഥി. ചാത്തന്നൂർ MLA BB ഗോപകുമാർ BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടെയാണ് 3 BJP MLAമാരും നിയമസഭയിലേക്ക് ഇന്നെത്തിയത്. രാവിലെ BJP ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് MLAമാരായ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BB ഗോപകുമാർ എന്നിവർ പാളയത്തേക്ക് എത്തിയത്. നാടിന്റെ വികസനവും അഴിമതിരഹിത ഭരണവുമാണ് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭയിൽ ഇത്തവണ BJP പുതിയ ചരിത്രവും എഴുതും. ഇന്നു മുതൽ അസംബ്ലിയുടെ ഉള്ളിലും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാനാണ് ഈ 3 MLAമാർ ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, BB ഗോപകുമാർ എന്നീ 3 MLAമാരും ഘോഷയാത്രയായി നിയമസഭയിലേക്ക്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നും വ്യത്യസ്തതകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ചാണ്ടി ഉമ്മൻ ഇന്നും പതിവ് തെറ്റിച്ചില്ല. ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് നിയമസഭയിലെത്തിയത് സൈക്കിൾ ചവിട്ടിയാണ്. കഴിഞ്ഞ തവണ നടന്നു വന്ന ചാണ്ടി ഉമ്മൻ ഇത്തവണ സത്യപ്രതിജ്ഞ എത്തിയത് സൈക്കിളിലാണ്. ഉമ്മൻചാണ്ടിയുടെ ചിത്രം പതിച്ച ഷർട്ടും പാൻറ്റും ധരിച്ച് വേഷത്തിലും ചാണ്ടി വ്യത്യസ്തനായി. സത്യപ്രതിജ്ഞയുടെ ദിവസം സൈക്കിളിൽ വരാനുള്ള തീരുമാനം. ഞാൻ ഈ സൈക്കിൾ പ്രചരണം നടത്തിയാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അപ്പോൾ സൈക്കിളിൽ വരുന്നതിനൊരു അസ്വാഭാവികതയില്ല. പ്രതിഷേധമാണോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞാൻ ഇവിടുത്തെ ഒരു MLA ആണ്, 140 പേരിൽ ഒരാള്. ഇതൊരു പ്രതികാരമില്ല. ഇങ്ങനെ വാർത്തകളുണ്ട്. നിങ്ങൾ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. മുദ്രാവാക്യം മുഴക്കി അണികളും ഒപ്പമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വ്യത്യസ്തത പുലർത്തിയ MLA ആയിരുന്നു ചാണ്ടി ഉമ്മൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫ്ലെക്സും പോസ്റ്ററും ഒഴിവാക്കിയായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രചാരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VD സതീശൻ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പങ്കുവെച്ച് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടിയ ആശാപ്രവർത്തകർ പായസ വിതരണവും നടത്തി. മുമ്പുണ്ടായിരുന്ന സർക്കാർ ഒലിച്ചുപോയത് ആശമാരുടെ കണ്ണീർപ്പുഴയിലാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടം കൂടി പ്രഖ്യാപിക്കും. ആദ്യ ക്യാബിനറ്റിലെ ഈ പ്രഖ്യാപനമാണ് ആഘോഷ ഒത്തുചേരലിന് കാരണം.
സമരം കണ്ടില്ലെന്ന് നടിച്ചവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വിജയസംഗമം ഉദ്ഘാടനം ചെയ്ത പ്രേംകുമാർ. സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് എന്ന് അത് തിരിച്ചറിയാതെ പോയ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് കാണാതെ പോയ, കണ്ടില്ല എന്ന് നടിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. ഒരു മുൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോൾ ആ ഒഴുകിപ്പോകുന്നതിന് നിങ്ങൾ പാവപ്പെട്ട ഈ സഹോദരന്മാരുടെ കണ്ണുനീരിന്റെ പുഴ ആണ് അത് ഒഴുക്കിക്കളഞ്ഞത് എന്ന് ഞാൻ പറയും. ഇടത് സർക്കാരിനെ താഴെ ഇറക്കിയത് ആശാ സമരവും കേരയിൽ വിരുദ്ധ സമരവുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. രണ്ടാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയത്, അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ആ സ്വപ്നം തകർത്തത് ആശാ സമരവും സിൽവർ ലൈൻ സമരവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമരത്തിനെതിരായ സർക്കാർ നടപടികളെ വിമർശിച്ച NK പ്രേമചന്ദ്രൻ, പ്രാകൃതമായ നിലയിൽ ഒരു സമരത്തെ അടിച്ചൊതുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്തു എന്നുള്ളത് ഈ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ആശാ വർക്കർമാർ. ഞങ്ങൾക്ക് വാക്ക് തന്ന ആ വാക്ക് ഇന്ന് പാലിച്ചിട്ടുണ്ട്. ആ വാക്ക് ഇനിയും പാലിക്കും. ഞങ്ങൾക്ക് 21,000 രൂപ തരുകയും ചെയ്യും. ഞങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കും 1 മാസത്തിനുള്ളിൽ. അതിനും ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. 266 ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം ചെയ്തത്. ഓണറേറിയം 21,000 ആക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് ആശാപ്രവർത്തകർ പറയുന്നു. ആശാ സമരത്തെ അക്ഷരം തെറ്റാതെ ഐതിഹാസിക രാഷ്ട്രീയ സമരം എന്ന് തന്നെ വിളിക്കാം. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സമൂഹം ഒന്നടങ്കം ഒപ്പം നിന്നപ്പോൾ ആ സമരത്തിൽ ഒലിച്ചു പോയത് ഒരു ഭരണകൂടം തന്നെയാണ്. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം വൈകിയത് മുസ്ലിം ലീഗിന്റെ ഇടപെടൽ കാരണമെന്ന് വി മുരളീധരൻ MLA. ആഭ്യന്തരമന്ത്രിക്ക് പകരം PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിൽ രണ്ടാമൻ എന്നത് നൽകുന്ന സന്ദേശം ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ലെന്ന് പറഞ്ഞിട്ട് അധികാരം ഏറ്റ് ആദ്യം പോയത് ബിഷപ്പ് ഹൌസിലേക്കാണെന്നും SNDPയോടും NSSനോടും മാത്രമാണോ പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ആദ്യം പോയത് ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണുന്നതിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തിണ്ണനിറങ്ങൽ പ്രയോഗം SDP NSS നേതൃത്വത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മനസ്സിലാക്കും. 13ാം നമ്പർ കാർ ലഭിച്ചെന്ന് കരുതി തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് മന്ത്രി KM ഷാജി. നമ്പർ ഉണ്ടെന്നറിഞ്ഞ് ചോദിച്ചു വാങ്ങിയതാണ്. അന്ധവിശ്വാസങ്ങളില്ലെന്നും ഇതൊരു വിപ്ലവമായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ 13 നമ്പർ ഉണ്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ. നമുക്ക് കിട്ടിയ നമ്പറുകളൊന്നും ടെമ്പററി ആയിരുന്നല്ലോ, പിന്നീട് മാറിയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ 13 ഉണ്ട്. ഒരു പാവം നമ്പർ ആർക്കും വേണ്ടായിരുന്നു. ഞാൻ അടുത്ത് ആരും എടുക്കാതിരിക്കുകയായിരുന്നോ 13 നമ്പർ? അറിയില്ല, പക്ഷെ അതിങ്ങനെ 13 അങ്ങനെ മോശമാക്കാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടാണ് 13നോട് ഒരു താല്പര്യം? അല്ല, എന്താ അറിയോ, ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നൊക്കെ വിശ്വാസം. എൻ്റെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ ബുദ്ധിമുട്ടായതാണല്ലോ, ഇനിയൊന്നും വരാനില്ല. ആ നമ്പർ ഞാൻ അങ്ങ് എടുത്തു ചോദിച്ചു. അപ്പോൾ അതാരും എടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് വലിയ വിപ്ലവമൊന്നുമല്ല. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കും MLAമാർക്കും സ്വീകരണം നൽകി ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. UDFന്റെ ഉറച്ച മതേതരത്വ നിലപാടിൽ ലഭിച്ചതാണ് കേരളത്തിലെ ഭരണമെന്നും വർഗീയത ഇവിടെ ചെലവാകുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി N ഷംസുദ്ദീൻ, ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള CPMന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് നാളെ ഡൽഹിയിൽ തുടക്കമാകും. കേരളത്തിലെ കനത്ത പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുകയാണ് പ്രധാന അജണ്ട. കേരളത്തിൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തിയിരുന്നു.
പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പിണറായിയെ തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേനയാണെന്നും തീരുമാനം പുനഃപരിശോധിക്കാൻ ആരും പറഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഞങ്ങളതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. PBയുടെ അംഗീകാരത്തോടുകൂടി ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വിമർശനങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കേരളത്തിലെ പരാജയം സംബന്ധിച്ച് വിശദമായ വിലയിരുത്തൽ നടത്താൻ നേരത്തെ PB സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഒരാൾ മാത്രം ഏറ്റെടുക്കേണ്ടതില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകേണ്ട എന്ന് PB പറഞ്ഞിട്ടില്ല. പിണറായി മാറണമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണ്. പിണറായി വിജയന്റെ ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഇപ്പോഴും പവർഫുള്ളായ നേതാവാണെന്നും EP വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഒരു മുന്നണി നടത്തുകയാണ്. അതിൽ നേതാക്കൾക്കെല്ലാം അതിൽ സജീവ സാന്നിധ്യവും പങ്കാളിത്തവുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതെല്ലാം ഒരാളുടെ കുറ്റമാണ്. ഇത് തെറ്റായൊരു പ്രവണതയും ചിന്തയുമാണ്. പിണറായി വിമർശനത്തിന് അതീതനല്ലല്ലോ. ഏതൊരാളെയും വിമർശിക്കുക, ആ വിമർശനത്തിന് അതീതനാണെന്ന് ആര് പറഞ്ഞു? ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തെ വിശകലനം ചെയ്താൽ ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരില്ല എന്ന് പറയാൻ സാധിക്കില്ല. പുതിയ എക്സ് അക്കൗണ്ടുമായി കോക്രോച്ച് ജനതാ പാർട്ടി. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പഴയ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ അക്കൗണ്ട്. CJPയുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സിന്റെ എണ്ണം BJP കോൺഗ്രസ് ഹാൻഡിലുകളെ മറികടന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. തങ്ങളെ ഒഴിവാക്കാൻ പറ്റുമെന്ന് കരുതിയോ എന്ന പോസ്റ്റോടുകൂടിയാണ് പുതിയ അക്കൗണ്ട്. പ്രതീക്ഷിച്ചത് സംഭവിച്ചെന്നാണ് സ്ഥാപകൻ അഭിജിത്ത് ദീപേക്കയുടെ പ്രതികരണം. അക്കൗണ്ട് തുടങ്ങി നിമിഷ നേരത്തിനുള്ളിൽ നിരവധി പേരാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. തൊഴിലില്ലായ്മയ്ക്കും നീതിപീഠത്തിന്റെ വിവാദ പരാമർശങ്ങൾക്കുമെതിരെ യുവാക്കളുടെ പ്രതിഷേധമായി രൂപം കൊണ്ട ഈ മൂവ്മെന്റ് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. തൊഴിലില്ലാത്ത യുവാക്കളെ ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിനെതിരെയാണ് കൂട്ടായ്മ തുടങ്ങിയത്. സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ CJPയിലെ മെമ്പേഴ്സാണ്. അഭിജിത്ത് ദീപേക്കെ എന്ന 30-കാരനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ. 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിലെ അംഗമായിരുന്നു. 16 മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റയിൽ CJPക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്ന് 2 പേരുമാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക് ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാജേഷ് കുമാർ, P. വിശ്വനാഥൻ എന്നിവരാണ് വിജയ് സർക്കാരിലെ കോൺഗ്രസ് മന്ത്രിമാർ. 5 പതിറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് മന്ത്രിമാരുണ്ടാകുന്നത്. ആകെ 234 നിയമസഭാ അംഗങ്ങളുള്ള തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിൽ 36 അംഗങ്ങൾ വരെയാകാം. നിലവിൽ മുഖ്യമന്ത്രിയും 32 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം അടിയന്തരമായി പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടുമുമ്പാണ് ജയിൽ വകുപ്പ് പരോൾ നടപടികൾക്ക് അനുമതി നൽകിയത്. കേസിലെ 1-ാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിങ്ങനെ 5 പ്രതികൾക്കാണ് ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം അനുവദിച്ചത്. LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുൻപാണ് ജയിൽ വകുപ്പ് ജാമ്യത്തിന് അനുകൂല റിപ്പോർട്ട് നൽകിയത്. ഇക്കാര്യം അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജയിൽ വകുപ്പ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. CBI പ്രത്യേക കോടതി വിചാരണ പൂർത്തിയാക്കി പ്രതികളെ ശിക്ഷിച്ച് 6 മാസം പൂർത്തിയാകുന്നതിനിടെ 3 തവണയാണ് 1-ാം പ്രതി പീതാംബരന് ജാമ്യം ലഭിച്ചത്. ഇത് തികച്ചും അസാധാരണ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു.
2019 ഫെബ്രുവരി 17 കാസർഗോഡ് പെരിയ കല്യോട്ട് വച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും CPM പ്രവർത്തകരായ പ്രതികൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് പ്രത്യേക CBI കോടതി വിധിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ISL കിരീടം ഈസ്റ്റ് ബംഗാളിന് 26 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ എത്തി. അവസാന മത്സരത്തിൽ ഇന്റർകാശിയെ 2-1 തോൽപ്പിച്ചു. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 230 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 229 റൺസ് നേടിയത്. ഓപ്പണർമാരായ സായി സുദർശന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും അർദ്ധ സെഞ്ചുറികളും ജോസ് ബട്ട്ലറുടെ തകർപ്പൻ ഫിനിഷിംഗുമാണ് ഗുജറാത്തിനെ മികച്ച നിലയിലെത്തിച്ചത്. സ്ലോ ഓവർ റേറ്റ് കാരണം അവസാന 2 ഓവറിൽ ചെന്നൈക്ക് പെനാൽറ്റി നേരിടേണ്ടി വന്നതും ഗുജറാത്തിന് ഗുണകരമായി. അതേസമയം ചെന്നൈക്ക് മറുപടി ബാറ്റിംഗിൽ തകർച്ചയാണ്. മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി. സഞ്ജു സ്കോർ ബോർഡ് തുറക്കും മുമ്പേ പുറത്തായി.